പഹൽഗാമിൽ കൊല്ലപ്പെട്ടവരിൽ ഭീകരരെ ധൈര്യപൂർവ്വം നേരിട്ട കുതിരക്കാരനുമുണ്ട്. അപ്രതീക്ഷിത ആക്രമണത്തിൽ വിനോദസഞ്ചാരികൾ പകച്ചു നിന്നപ്പോൾ സെയ്ദ് ആദിൽ ഹുസൈൻ ഷാ എന്ന കുതിരക്കാരൻ ഭീകരന്റെ റൈഫിൾ തട്ടിമാറ്റാൻ ശ്രമിച്ചു. തുടർന്ന് വെടിയേറ്റ് മരിച്ച ആ യുവാവ് കുടുംബത്തിന്റെ ഏക ആശ്രയമായിരുന്നു. പഹൽഗാമിലെ ബൈസരൻ പുൽമേടിലേക്ക് വിനോദസഞ്ചാരികളെ കുതിരപ്പുറത്ത് കൊണ്ടുപോകുകയായിരുന്നു സെയ്ദ് ആദിൽ ഹുസൈൻ ഷാ. അതിനിടെയാണ് ഓടിയൊളിക്കാൻ പോലും കഴിയാത്ത സമതലത്തിലേക്ക് ഇരച്ചെത്തിയ ഭീകരർ വെടിയുതിർത്തത്. സെയ്ദ് ആദിൽ ഹുസൈൻ ഷാ തന്നാൽ കഴിയും വിധം ഒരു ഭീകരനെ നേരിട്ടെന്ന് NDTV റിപ്പോർട്ട് ചെയ്തു. ഭീകരന്റെ കയ്യിലെ തോക്ക് തട്ടിത്തെറിപ്പിക്കാൻ ശ്രമിച്ചു. അപ്പോഴേക്കും ഭീകരൻ ഷായ്ക്ക് നേരെ വെടിയുതിർത്തു കഴിഞ്ഞിരുന്നു. വിനോദസഞ്ചാരികളെ രക്ഷിക്കാനാണ് അയാൾ ശ്രമിച്ചത്. ഒടുവിൽ പൊരുതി വീണ് അയാൾ തൽക്ഷണം മരണപ്പെടുകയായിരുന്നു. കുടുംബത്തിന്റെ ഏക അത്താണിയായിരുന്ന മകൻ ഇല്ലാതായതിന്റെ ഞെട്ടലിലാണ് കുടുംബം. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഐ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. ഇന്നലെ ഉച്ചതിരിഞ്ഞാണ് പതിവ് പോലെ സഞ്ചാരികളെ തേടി സെയ്ദ് വീട്ടിൽ നിന്ന് പുറപ്പെട്ടത്. 3:30 ഭീകരാക്രമണത്തിന്റെ വിവരങ്ങൾ പുറത്തുവന്നു. ആദ്യയോടെ വിളിച്ചു നോക്കിയപ്പോൾ ആദിലിന്റെ ഫോൺ ഓഫ് ചെയ്ത നിലയിലായിരുന്നു. പക്ഷേ 4:40 ഫോൺ ഓണായി. ഇതോടെ മകൻ ജീവിച്ചിരിപ്പുണ്ടെന്ന പ്രതീക്ഷയിലായിരുന്നു കുടുംബം. എന്നാൽ വൈകാതെ ആ ദുരന്ത വാർത്ത തേടിയെത്തുകയായിരുന്നു. ഭാര്യയും മക്കളുമടങ്ങുന്ന ആദിലിന്റെ കുടുംബം സാമ്പത്തികമായി വളരെ പിന്നോക്കം നിൽക്കുന്നവരാണ്. കുടുംബത്തിൽ ജോലി ചെയ്തിരുന്നത് ഇദ്ദേഹം മാത്രമായിരുന്നു. മറ്റുള്ളവരുടെ ജീവൻ രക്ഷിക്കാൻ ശ്രമിക്കവേ മകൻ ഇല്ലാതായതിൻ്റെ തീരാവേദനയിലാണ് ഇദ്ദേഹത്തിൻ്റെ കുടുംബം. അവനെ മാത്രം ആശ്രയിച്ചാണ് ഞങ്ങൾ ജീവിച്ചിരുന്നത്. നിഷ്കളങ്കനായ കുട്ടിയായിരുന്നു അവൻ. എന്ത് തെറ്റിൻ്റെ പേരിലാണ് അവൻ കൊല്ലപ്പെട്ടത്? എൻ്റെ മകനെ കൊന്നവർ ശിക്ഷിക്കപ്പെടണം, അദ്ദേഹത്തിൻ്റെ പിതാവ് സെയ്ദ് ഹൈദർ ഷാ നിറകണ്ണുകളോടെ പറഞ്ഞു. ആവശ്യം ഏതുമാകട്ടെ, പണം ഞങ്ങൾ തരും.